ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെ പോലെ ഇന്നും നമ്മൾ ഒരു അടിപൊളി കിടുക്കാച്ചി ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത്. അവിടെ ഇന്നലെ വരെ ഉള്ളതൊക്കെ എല്ലാ കള്ളന്മാരും കള്ളികളും ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നും നമ്മൾ ഒരു അടിപൊളി കിടുക്കാച്ചി ഐറ്റമായിട്ടാണ് വന്നേക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ആ ഒരു ടിപ്പും നിങ്ങൾ ചെയ്ത് നോക്കണം. എളുപ്പത്തിന് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുഞ്ഞടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇതിന്. മുഖം നല്ല അടിപൊളി കളറ് കിട്ടാനും കരിവാളിപ്പ് ഇപ്പം നല്ല ചൂടും വെയിലും ഒക്കെ ഇല്ലേ, പുറത്തൊക്കെ പോയിട്ട് വന്ന് കരിവാളിച്ചൊക്കെ ആയിരിക്കും മുഖം ഇരിക്കുന്നത്. അപ്പോഴങ്ങനെയൊക്കെ അതിനൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി മിനി ഫേഷ്യലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. അടിപൊളി കിടുക്കാച്ച് റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ ഏത് പായ്ക്ക് തന്നെയാണെങ്കിലും നിങ്ങൾ ഒരു പ്രാവശ്യം കൊണ്ട് നിർത്തരുത്. നമുക്ക് എന്തായാലും നല്ല റിസൾട്ടുകളാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാം, പരിപാടിയൊക്കെ തുടങ്ങാം, എല്ലാം കുറുക്കിയൊക്കെ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. നമുക്ക് തൈര് കുട്ടനെ വേണം, അരിപ്പൊടി കുട്ടനെ വേണം, തേൻ കുട്ടനെ വേണം, കാപ്പിപ്പൊടി കുട്ടനെ വേണം. ഇവർ 4 മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാം. നമ്മുടെ അണ്ണൻ ഒരു മാല തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സിസ്റ്റൂനെ നീ അങ്ങ് ചാർത്തിക്കോ, നേരം വെള്ളത്തിൽ എനിക്ക് വയ്യ ചെയ്തേലേക്കണം, കാപ്പിപ്പൊടി വേണം, അത് വേണം, ഇത് വേണം, തൈര് വേണം എന്നും പറഞ്ഞ് ബഹളം. അതിനെതേ ഒരു 2 വലിയ മാലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം വേറെ ഉണ്ട്. അപ്പോഴേ എന്തായാലും ഞാൻ ഇതേപോലുള്ള ചെറിയ പാക്കറ്റിലാണ് വാങ്ങിക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ ഉള്ള ടിപ്പിന്. അപ്പോഴേ നമുക്ക് തൈര് ഞാൻ എടുത്ത് വെച്ചേക്കുകയാണ്. തൈരിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവനെ ഒന്ന് പൊട്ടിച്ച് വയ്ക്കട്ടെ. അപ്പോൾ തൈര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തൈരിലേക്ക് നമുക്ക് ആവശ്യത്തിന് അരിപ്പൊടി, നമ്മുടെ ഇന്നലത്തെ കാണുന്ന ഒരു ഗമയുള്ള നമ്മുടെ വലിയ പുള്ളി കേട്ടോ. ഇത് എടുക്കുന്നതുകൊണ്ടാണെന്ന് വലിയ ഗമയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് തീരാറായി. നമ്മളിങ്ങനെ ഓരോന്നിനും എടുക്കുമല്ലോ. പിന്നിനകത്തൊന്നും ഇട്ടില്ല. ഇതേപോലെ പായ്ക്ക് ഇടാനൊക്കെ ഇങ്ങനെ കവറിനകത്തങ്ങ് എടുത്ത് വെച്ചേക്കും. അപ്പോഴത്തേ നമ്മൾ അരിപ്പൊടി എടുത്തു ആവശ്യത്തിന് കേട്ടോ. ഇട്ട് നോക്കാം. തൈര് ഞാൻ വേറെ ആ പാത്രത്തിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഇട്ട് നോക്കിയിട്ട് വീണ്ടും നമുക്ക് തൈര് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഒന്ന് കുറുക്കി നോക്കട്ടെ കറക്റ്റ് ആവുമെന്ന്. കുഴപ്പമില്ല, കറക്റ്റ് അളവൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോഴത്തേ നമ്മൾ കുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ പറ്റി ഇനി നമുക്ക് ചേർക്കണം. ഇനി നമുക്ക് കാപ്പിപ്പൊടി പൊട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, കാപ്പിപ്പൊടി പൊട്ടിച്ച് വെച്ച കാര്യം മറന്നുപോയി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആ കാപ്പിപ്പൊടി കുട്ടനെ ഇതിനകത്തോട്ട് തട്ടി മറിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ഒരു പായ്ക്ക് നമുക്ക് തട്ടി മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇതിനെ നമുക്ക് മിക്സ് ആക്കണം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ തേൻകുട്ടനെയാണ്, ബഹുമാനപ്പെട്ട തേൻകുട്ടനെയാണ്. ഇതില്ല അടിച്ച് വന്നപ്പോൾ നല്ല ഷാർജയുടെ കൂട്ടൊക്കെ ഒരു മണമൊക്കെ വരുന്നു കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഈ തേൻകുട്ടനെയാണ് നമുക്ക് ഇവിടെ വേണ്ടത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കളർ കിട്ടാനും നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു യാത്രയ്ക്കോ ഒരു ഫങ്ഷനോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ, നമ്മൾ പാർലറിൽ നമുക്ക് പോകാൻ പറ്റിയില്ല, സമയമില്ല, അടുക്കള പണി കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാൻ സമയമില്ല, അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്തിട്ട് നിങ്ങൾ പോയിക്കോ വേഗം തന്നെ കേട്ടോ. ഈ ഒരു പായ്ക്കൊക്കെ ഇട്ട് അങ്ങോട്ട് കിടിലം ഇന്നല്ലേ പറഞ്ഞിട്ടുണ്ട്, എനിക്കത് ശരിയാവുന്നില്ല. കിടിലം ഇങ്ങനെയാണോ പിള്ളേർ? അങ്ങ് തെറ്റിപ്പോ കേട്ടോ. കിടിലം ശരിയായിട്ട് പറയുന്നവർക്ക് സുപ്പ് ജീരക മുട്ടായി വാങ്ങിച്ചു തരുന്നതാണ് കേട്ടോ. കമൻറ്റിൽ അറിയിക്കൂ. നമുക്ക് പെട്ടെന്ന് തെറ്റും. അതൊരു 10 പ്രാവശ്യം അങ്ങനെയൊന്ന് പറഞ്ഞു നോക്കി തെറ്റും. എന്തായാലും ഒന്നാമത്തെ തന്നെ തെറ്റിപ്പോകും. അപ്പോൾ ഈ ഒരു കൂട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. എന്ന് വെച്ചാൽ നമ്മൾ അരിപ്പൊടിയാണല്ലോ എടുത്തേക്കുന്നത്, അതുകൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ.
അപ്പോഴേ നമ്മുടെ ആ പായ്ക്കൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ അരിപ്പൊടിയൊക്കെ ഇച്ചിരി ഒന്ന് കുതിർന്നൊക്കെ വന്നിട്ടുണ്ട്. സെറ്റായി. ഇനി നമുക്ക് മുഖത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ പായ്ക്ക്. അപ്പോഴേ ഇതെന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, മിനി ഫേഷ്യൽ. അപ്പോൾ അരിപ്പൊടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ആഴ്ച ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ സ്ക്രബ് ചെയ്താൽ മതി. എന്നും നമ്മൾ അരിപ്പൊടി വെച്ച് സ്ക്രബ് ചെയ്തുകൂടാ കേട്ടോ, നമ്മുടെ സ്കിന്നൊക്കെ ഇതായി പോകും. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം കഴുകി മാറ്റണം കേട്ടോ. കഴുകി മാറ്റിയതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് പുരട്ടി കൊടുക്കാം. നല്ല പെട്ടെന്ന് കളർ കിട്ടാൻ നല്ല റിസൾട്ട് കിട്ടുന്നൊരു ഇതാട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. ഇത് കരിവാളത്തിൽ ഇന്നലെ നമ്മൾ കരിമംഗല്യത്തിനൊക്കെ അതൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് ഇട്ട് കൊടുത്താൽ നല്ല വ്യത്യാസം കിട്ടും എൻ്റെ കൂട്ടുകാരെ. ഭാഗ്യത്തിന് കരിമംഗല്യമൊന്നുമില്ല. ഈ പായ്ക്കുകളൊക്കെ ഇട്ട് നമ്മൾ ഓരോ ദിവസം എന്തായി പോകും എങ്ങനെ ആയി പോകുന്നൊന്നും എനിക്കറിയാൻ വയ്യ. പക്ഷെ നിങ്ങൾ ഇട്ടോളൂ, എന്തായാലും നമുക്ക് നല്ല റിസൾട്ടുകളാണ് കിട്ടുന്നത് കേട്ടോ. ഇനിയിപ്പോൾ മുഖത്തും നമ്മുടെ സ്കിന്നും ഒക്കെ ഭയങ്കരമായിട്ട് അതിന് പറയാൻ മൊരിച്ചിലോ അങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുണ്ട് നമ്മുടെ ഈ കാലാവസ്ഥ. ഇന്നലെ നമുക്കിവിടെ ചെറുതായിട്ട് മഴ ചാറി. ഞാൻ വിചാരിച്ചു ഇവിടെ തകർത്ത് വരി പെയ്തെന്ന്. പക്ഷേ ഇല്ല കേട്ടോ, ചുമ്മാ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചന്നിയിട്ടങ്ങ് പോയി. പിന്നെ എടുക്കുമ്പം പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. ഒരുപാട് അബദ്ധേ നിങ്ങളെ ഇങ്ങനെ അങ്ങോട്ട് പുരട്ടി കൊടുത്തോളൂ. നമ്മുടെ കാപ്പിപ്പൊടിയും അരിപ്പൊടിയും ഒക്കെ തന്നെ നല്ലതാണ്. തൈര് എടുക്കുമ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, പുളിയില്ലാത്ത തൈര് എടുക്കാൻ നോക്കണം കേട്ടോ. ഇതായിട്ട് പുളിയായിട്ടുള്ള തൈരൊന്നും നമ്മുടെ ഈ ബ്യൂട്ടി ടിപ്പൊന്നും ചെയ്യാൻ നമുക്ക് എടുക്കണ്ട കേട്ടോ. അപ്പോഴേ 1 സ്പൂൺ അരിപ്പൊടിയാണല്ലോ ഇട്ടത്. അപ്പോൾ ഇനി നമുക്കൊരു 15 മിനിറ്റ് സ്ക്രബ് ഒന്നും ചെയ്യേണ്ട കേട്ടോ. എന്നും അരിപ്പൊടി വെച്ച് സ്ക്രബ് ചെയ്യരുത്. ഇതിങ്ങനെ വെറുതെ നമ്മൾ തേച്ച് ഒരു 15 മിനിറ്റ് നമ്മൾ രാവിലെയോ വൈകിട്ടോ ചെയ്ത് നിങ്ങൾ തുടച്ച് മാറ്റിയാൽ മതി കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മുഖക്കുരുവിനൊക്കെ ഒരു ആശ്വാസം കിട്ടും. മുഖക്കുരു ഒന്നും വരത്തൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഈ പായ്ക്കുകളൊക്കെ ഇട്ടാൽ മാറി കിട്ടും. പിന്നെ മുഖക്കുരുവൊക്കെ വന്ന പാടുകളും ഒക്കെ മാറാൻ ചിലർക്ക് നമ്മളൊക്കെ കാണുന്നതാണല്ലോ ഈ കുഴി മാതിരിയൊക്കെ മുഖക്കുരു വന്ന പാടൊക്കെ കാണും. അതൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഓരോ ടിപ്പ് കൊണ്ട് നമുക്കത് മാറിക്കിട്ടും കേട്ടോ. എൻ്റെ മുഖത്ത് മുഖക്കുരുവേ ഇല്ല, നേരത്തെ ഇല്ല, ഇപ്പോഴും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ പായ്ക്കൊക്കെ എടുത്തത് ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്കൊരു 15 മിനിറ്റ് ഞാൻ കണ്ടിട്ട് ഇവിടെ ഒന്നും തേക്കത്തില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഒരു പായ്ക്കുകളോ അങ്ങനെ ഇതായി മേളിൽ ഇവിടെ ഒന്നും ഞാൻ ഇടാൻ നോക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ ഈ കണ്ണിനെ ഇടത്തെ കണ്ണ് എന്തോ വേദനയായിരുന്നു മെനഞ്ഞാന്ന്. അപ്പോഴതേ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് 15 മിനിറ്റ് ഇങ്ങനെ സംസാരിക്കരുത്, ഉണങ്ങട്ടെ. അപ്പോഴും നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് നന്നായിട്ട് ഉണങ്ങി വന്നു. അപ്പോൾ ഇനി നമ്മളിത് കഴുകി മാറ്റുമ്പോൾ ചെറുതായിട്ട് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കുടഞ്ഞിട്ട് പതിയെ നമ്മളിങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് മസാജ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഇത് കഴുകി മാറ്റാം കേട്ടോ. അതൊക്കെ ഒത്തിരി വലുതായിട്ടൊന്നും വേണ്ട, അങ്ങോട്ട് ശക്തിയായിട്ടൊന്നും മസാജൊന്നും ചെയ്യേണ്ട, കുഞ്ഞായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴുകിയിട്ട് വരാം. അപ്പോഴിതാ നമ്മളെ പായ്ക്കൊക്കെ ഇട്ട് കഴുകിയിട്ട് വന്നു. സത്യം ഞാൻ നേരത്തെ പറഞ്ഞത് കിടിലമാണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണം. സത്യമാണ് പറഞ്ഞത്, വെറുതെയാണെന്ന് പറയണ്ട. നമുക്ക് ഫങ്ഷനൊക്കെ പോകാൻ പറ്റും കേട്ടോ. അത്രയ്ക്കും നല്ല ഒരു അടിപൊളി പെട്ടെന്ന് തന്നെ നമുക്ക് കളർ കിട്ടുന്ന ഒരു അടിപൊളി കിടക്കാച്ചി പായ്ക്കാണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം, ചെയ്തവരുണ്ടെങ്കിൽ ക്ഷമിച്ച് മാപ്പാക്കണം സുപ്പുനോട് കേട്ടോ. പക്ഷേ അടിപൊളി റിസൾട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ചെയ്ത് നോക്കേ. അപ്പോഴേ
എന്താ ഇത് സ്ത്രീകൾക്കും പുരുഷനും ഒക്കെ ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. കൊച്ചു പയ്യന്മാരൊക്കെ ചോദിക്കുക ഈ ആണുങ്ങൾക്ക് പറ്റിയ എന്തെങ്കിലും ബാക്കികളൊക്കെ ഉണ്ടോയെന്നത്. ഈ സുപ്പ് ഇടുന്നത് എല്ലാവർക്കും ഏത് അപ്പൂപ്പന്മാർക്കും ഇടാം, ഏത് അമ്മൂമ്മമാർക്കും ഇടാം. എല്ലാവരും ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. അപ്പോഴേ അത്രയ്ക്ക് നല്ല അടിപൊളി കിടുക്കാച്ചി റിസൾട്ട് കിട്ടുന്നതാണ് ഇത് കേട്ടോ. നല്ലൊരു അടിപൊളി പായ്ക്കൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് നമ്മുടെ ഒരു പൂമ്പാറ്റക്കുട്ടൻ അവിടെ ഇരിക്കുന്നത്. ഞാനത് അങ്ങോട്ട് നോക്കി കേട്ടോ. മുട്ടനൊരു നീല ശലഭം അവളവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴേ ഇത് എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ചെയ്ത് നോക്കണം, നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. അടിപൊളി റിസൾട്ടാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഇതിൻ്റെ റിസൾട്ടൊക്കെ സുപ്പുവിനോട് പറയണം. ഈ പായ്ക്കൊക്കെ ഇടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കഴുത്തിലും ചെയ്യണം കേട്ടോ. മുഖത്ത് മാത്രം ചെയ്യരുത്, മുഖം മാത്രം വെളുത്തിരിക്കും, ഇത്രയും ഭാഗം കറുത്തിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പോഴേ എല്ലാവരും ചെയ്ത് നോക്കുമെന്ന വിശ്വാസത്തോടെ സുപ്പ് പോവാണ്. ടാറ്റ ബൈ ബൈ ഒക്കെ സിയോ ഒക്കെ പറഞ്ഞ്. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെയും കാണണം. പിന്നെ സുപ്പുവിനെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണം. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ കമൻറ്റ് തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ. സുപ്പുവിനോട് നിങ്ങൾ ചെയ്ത് നോക്കണേ. അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും കള്ളന്മാർക്കും കള്ളികൾക്കും എന്ന് വെച്ചാൽ ഈ സൂപ്പ് കള്ളി കേട്ടോ, മടിച്ചിക്കോതയാണ് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോഴും പിന്നെ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റാത്തത്, അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കിക്കോളൂ. അല്ല അടിപൊളി റിസൾട്ട് കിട്ടും. ആരും നമ്മളെ ഒന്നും പറയത്തില്ല, ആഹാ ഇതൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് നിങ്ങൾ ഫംഗ്ഷനൊക്കെ ഒന്ന് പോയി നോക്കേ. അപ്പോഴവർ പറയും നമ്മൾ ഏതെങ്കിലും ഒരു ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് വന്നതായിരിക്കും. ഇവിടെ പരസ്പരം ഈ പെണ്ണുങ്ങൾ കുശുമ്പ് പറയുന്ന കണ്ടിട്ടുണ്ടോ? ഒരു പെണ്ണിനെ കണ്ടാൽ മറ്റേ പെണ്ണിനോട് എന്ന് പറയടി ഇടി അവളെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, അവളത് ഏതാണ്ടൊക്കെ പുട്ടിയൊക്കെ ഇട്ടിട്ടാണ് വന്നേക്കുന്നതെന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കല്യാണത്തിനോ ഉത്സവ സ്ഥലത്തോ ഒക്കെ പോകണം ഇങ്ങനെയൊക്കെ കൊതിയുന്നോണെങ്കിൽ അടക്കം പറച്ചിലും ഒക്കെ കേൾക്കണമെങ്കിൽ അല്ലേ, സത്യം. അപ്പോഴേ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം കേട്ടോ.